ഇഡിക്ക് കുരുക്കുമുറുക്കാനേടി മറ്റൊരാളുടെ പേരിലെ സിം കാർഡ് ഉപയോഗിച്ച് അനധികൃത പണമിടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തൽ. സിം കാർഡുകൾ ഉപയോഗിച്ചത് ഇന്റർനെറ്റ് കോളുകൾക്ക്, കാർഡ് എടുത്തത് നന്ദുലാലിന്റെ പേരിൽ. വീണയുടെ ഹവാല ഇടപാടിലും വ്യാജ സിമ്മിലും കൂടുതൽ അന്വേഷണം. കരുവാറ്റയിലെ കൌമാരക്കാരുടെ കൊട്ടേഷൻ കൊലപാതകത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ അന്വേഷണം. പ്രതികളായ കൌമാരക്കാരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. 13 വയസ്സുകാരിക്ക് കൌൺസിലിംഗ് നൽകും. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ സംസ്കാരം ഇന്ന്. ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് R കമലഹാർ ഉൾപ്പെടെ 8 പേരെ പ്രോസിക്യൂട്ട് ചെയ്യും. അനുമതി നൽകിയത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. നടപടി മർദ്ദനത്തിനിരയായ അജി ബ്രൈറ്റിന്റെ പരാതിയിൽ. മുട്ടിൽ മരമുറി കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജി പരിഗണിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസും ഇന്ന് പരിഗണനയ്ക്ക്. കേസ് റദ്ദാക്കണമെന്ന് R ചന്ദ്രശേഖരനും രതീഷും. ADGP S ശ്രീജിത്ത് അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമാണെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവയും പ്രപ്പോസലിനൊപ്പം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കണ്ണൂർ മാലൂരിൽ കൃഷിയിടത്തിൽ പുലി കുടുങ്ങി. അകപ്പെട്ടത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പന്നിക്കണിയിൽ. സംഭവം ഇന്ന് പുലർച്ചെ. കേരളത്തിലെ തീരദേശത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യത. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. മുന്നറിയിപ്പുമായി സമുദ്ര വികസന വിശകലനം കേന്ദ്രം. മക്ക കരാർ വിപുലീകരിക്കാൻ ചർച്ചകൾ സജീവമാക്കി പാകിസ്ഥാനും തുർക്കിയും. നീക്കം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയെന്ന ആശയം ഇറാൻ മുന്നോട്ട് വച്ചിരിക്കെ പൊതുശത്രുവിനെതിരെ സുന്നി ഷിയ വിഭാഗങ്ങൾ ഒന്നിക്കണമെന്ന് വികാരം. പുതിയ ഓഫീസിലേക്ക് മാറാനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ തീരുമാനം വിവാദത്തിൽ. ടെൻഡറിൽ അഴിമതി നടന്നെന്ന് BJP ആരോപണം. 5.54 കോടി രൂപയ്ക്ക് വിളിച്ച ടെൻഡറിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം തള്ളി TVK. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കിടെ സ്പോൺസർമാർ GST ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് ധനവകുപ്പ്. വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം EDക്ക് കൈമാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകാതെ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസൺ ഇന്ന് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. മത്സരത്തിന് സജ്ജമായി 6 ടീമുകൾ. ഓണച്ചിത്രങ്ങളുടെ റിലീസിന് തുടക്കം. ആദ്യമെത്തുന്നത് ഖലീഫ. കവിതാ തിയേറ്ററിൽ ചിത്രം കാണാൻ നായകൻ പൃഥ്വിരാജും. മോഹൻലാലിന്റെ കാമിയോ ഉൾപ്പെടെ തിയേറ്ററുകളിലേക്ക്.